പബ്ലിക് എക്സാമിന് ഒരു കംബാക്ക് പ്ലാനിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്ന കറക്റ്റ് സ്ഥലത്താണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഒരു 7 days പബ്ലിക് എക്സാം കംബാക്ക് പ്ലാൻ ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ അടുത്ത 7 ദിവസം നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ പബ്ലിക് എക്സാം പേപ്പർ എഴുതുന്നത് നിങ്ങളായിരിക്കില്ല, അത് വേറെ തന്നെ ഒരു മനുഷ്യനായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആ 7 days കൊണ്ടൊക്കെ എന്തുണ്ടാക്കാൻ, ഒരു വർഷം കൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കില്ല, 7 ദിവസം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? മക്കളെ, 7 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഒരു 10 മണിക്കൂറെങ്കിലും പഠിക്കാൻ റെഡി ആണെങ്കിൽ അത് 70 മണിക്കൂറാണ്. അപ്പോഴും പബ്ലിക് എക്സാം തുടങ്ങിയിട്ടേ ഉള്ളൂ. പബ്ലിക് എക്സാമിന് ദിവസങ്ങളും നമ്മൾ ഇരുന്നൊരു പണി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ലൈഫ് അങ്ങോട്ട് മാറി കിട്ടും. പക്ഷെ ഈ ഒരു 70 hours നിങ്ങൾ കൊടുക്കാൻ റെഡി ആയാൽ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് പഠിക്കുക എന്നല്ല. പലരും വിചാരിക്കുക ഇനി ഞാൻ പഠിക്കാൻ തുടങ്ങാം, ഓരോ ചാപ്റ്ററും നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ എടുത്തിട്ട് ഞാൻ ഇനി പഠിക്കട്ടെ. ആ ഒരു മെന്റാലിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 70 മണിക്കൂർ കിട്ടിയാലും നിങ്ങൾക്ക് 700 മണിക്കൂർ കിട്ടിയാലും കാര്യമില്ല, നിങ്ങൾക്ക് കംബാക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ശരിക്കും എന്താണ്? നിങ്ങൾക്ക് ഒരു ഹാക്കാണ് വേണ്ടത്. കാരണം നമുക്ക് അത്രയും സമയമൊന്നും ബാക്കിയില്ല. 7 ദിവസം ഈ പബ്ലിക് എക്സാമിന് അറ്റ്മോസ്റ്റ് മാക്സിമം ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഇടയിൽ കിട്ടുന്ന ആ ഗ്യാപ്പുകളേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ പഠിക്കുക എന്നൊരു സ്ട്രാറ്റജി അല്ല, അവിടെ നമുക്ക് കുറച്ച് ഹാക്കുകൾ വേണം. ഹാക്ക് എന്ന് പറഞ്ഞാൽ എന്തോ ഇല്ലീഗൽ കാര്യമൊന്നുമല്ല, കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കുറച്ച് എഫേർട്ട് കൊണ്ട് കുറേ അധികം റിവാർഡ് കിട്ടാനുള്ള സംവിധാനമാണ് ഹാക്ക് എന്ന് വെച്ചാൽ. ഓക്കെ, അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ് മനസ്സിലാക്കണം. കാരണം നമ്മൾ പ്ലസ് ടുവിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ചാപ്റ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഹൈ വെയിറ്റേജ് ആണ്, അതായത് ഒബ്വിയസ് ആണ്. അപ്പൊ ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ നോക്കിയാൽ SSLC-യിലാണെങ്കിലും ചില ചാപ്റ്റേഴ്സ് ചില സബ്ജക്റ്റിൽ എടുത്ത് നോക്കിയാൽ അതിങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് എന്തായാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ബാക്കിയുള്ള ചാപ്റ്റർ ഒഴിവാക്കാനോ അല്ലെ പഠിക്കാതിരിക്കണോ എന്നല്ല പറയുന്നത്. പക്ഷെ ആദ്യം ഈ വെയിറ്റേജ് കൂടിയ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാൻ. കാരണം നിങ്ങൾ ഈ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മാത്രം തന്നെ നിങ്ങൾക്ക് ഈസിലി പാസ് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. മനസ്സിലല്ലേ? മറ്റേത് നിങ്ങൾ 3, 4, 5 ചാപ്റ്റർ പഠിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പാസ് മാർക്ക് പോയി അതിന്റെ 10 പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സാധനം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. പ്ലസ് 1, പ്ലസ് 2 നമ്മൾ വെയിറ്റേജ് ഒക്കെ ഓൾറെഡി യൂട്യൂബിൽ ഇടുന്നുണ്ട്. SSLC-ലാണ് ഓൾറെഡി ഗവൺമെന്റ് തന്നിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകളാണ് നിങ്ങൾ ഇതുവരെ വന്ന പ്രീവിയസ് ഇയർ പേപ്പർ നോക്കുക. ഈ പ്രീവിയസ് ഇയർ പേപ്പർ നിങ്ങൾക്ക് വാലിഡ് അല്ലെങ്കിൽ പുതിയ സിലബസ് ആണ് വന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂളിൽ തന്ന പരീക്ഷയില്ലേ ആ പരീക്ഷയുടെ വെയിറ്റേജ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും ഏത് ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അത് ആദ്യം പഠിച്ചെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാം കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് വിത്തിൻ എ ചാപ്റ്റർ എല്ലാ ടോപ്പിക്സും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല ഉള്ളത്. ചില ടോപ്പിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചില ടോപ്പിക്സ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ഇനി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പഠിക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ് നിങ്ങൾ ആദ്യം പഠിച്ച് റിവൈസ് ചെയ്ത് 100% ഉറപ്പ് വരുത്തേണ്ടത്. പരീക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ടാവും എന്നുള്ള കാര്യം. അപ്പൊ ആ ഒരു ടോപ്പിക്സ് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ 1, 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില ക്വസ്റ്റ്യൻസ് എന്താണ് വീണ്ടും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നുണ്ട്. SSLC-കാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പോലും നിങ്ങൾ നോക്കണ്ട. SCRT തന്ന 3 സാമ്പിൾ പേപ്പറിലെ ഒരു സബ്ജക്റ്റിനും ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ചില ചോദ്യങ്ങൾ ചില ടോപ്പിക്സ് വീണ്ടും എല്ലാ പേപ്പറിലും ഉണ്ടാവും. എല്ലാ പേപ്പറിലും ഉണ്ടെങ്കിൽ അല്ല ഓൾമോസ്റ്റ് എല്ലാ പേപ്പറിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷ പേപ്പറിലും ഉണ്ടാവും. അത് വേഗം പോയി പഠിച്ചോളാം. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ഹാക്ക് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് തീർക്കുക. വിത്തിൻ ദോസ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തീർക്കുകയാണെന്ന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി എങ്ങനെ ഞാൻ സിലബസ് തീർക്കും, എങ്ങനെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കും എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കംബാക്ക് പ്ലാനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത 7 ദിവസത്തേക്ക് നിങ്ങൾ ഒരു പ്രേതമായി മാറണം. ഗോസ്റ്റ് മോഡിലേക്ക് ആയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അടുത്ത 7 ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുക, ബാക്കിയുള്ള ആൾക്കാരുടെ സ്റ്റോറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാനാണ് നിങ്ങൾ പ്ലാനെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, വലിയ വീഡിയോസ് എടുത്ത് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക, വാട്സാപ്പിൽ മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നതിനിടയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഫ്രണ്ട്സ് ആയിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, യൂട്യൂബ് ക്ലാസ്സിൽ വന്നിട്ട് അവിടെ ലൈവ് ചാറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങൾ കംബാക്ക് പ്ലാനൊക്കെ നിർത്തിക്കോ. അടുത്ത 7 ദിവസം ഈ പരിപാടി ഒക്കെ മാറ്റി നിർത്തിയിട്ട് 7 ദിവസം നിങ്ങളൊരു പ്രേതത്തിനെ പോലെ ആവണം. ആരും അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ. അനാവശ്യമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്റെ അർത്ഥം നിങ്ങൾ 7 ദിവസം ഒരിക്കൽ പോലും വാട്സപ്പ് നോക്കാൻ പാടില്ല, യൂട്യൂബ് നോക്കാൻ പാടില്ല എന്നല്ല. പക്ഷെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയം ഒരു കാരണവശാലും ഈ പരിപാടിയിൽ വരരുത്. അടുത്ത 7 ദിവസം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ
നിങ്ങളുടെ ലൈഫിൽ ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൂടാ. ഇൻഫാക്ട് ഈ ഒരു യൂട്യൂബ് ചാനലിലെ പോലും ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾ അവസാനമായിട്ട് കാണുന്നെങ്കിലും നിങ്ങൾ പരീക്ഷയിൽ ആക്ച്വലി ബെറ്റർ ആയിട്ട് ചെയ്യുള്ളൂ ഇനിയുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോലും. അതാണ് അതിന്റെ സത്യം. ഇനി അതിന്റെ അർത്ഥം ഇനിയുള്ള വീഡിയോ കാണണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനറുടെ ബാക്കിയുള്ള യൂട്യൂബ് ലൈവ് ക്ലാസ് ഫോളോ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊരു ഡിസ്ട്രാക്ഷൻ ആയി തുടങ്ങുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്താ? ഇത് അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ്. വേറെ ഒന്നും അവിടെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കാര്യമാണ്, നമുക്ക് എല്ലാ കാര്യവും നമ്മുടെ വിൽ പവറിന് മുകളിൽ ഡംപ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ കാര്യങ്ങൾ ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യുക, വേറെ ഡിസ്ട്രാക്ഷൻ അവോയ്ഡ് ചെയ്യുക, പഠിക്കാതിരിക്കുമ്പോൾ 100% ഫോക്കസ്ഡ് ആയിരിക്കുക എന്നുള്ള കാര്യം എനിക്ക് വിൽ പവർ കൊണ്ട് അല്ലെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ കൊണ്ട് ഞാൻ നേരിട്ടെടുക്കും അല്ലെങ്കിൽ ഞാൻ നേടിയെടുക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രാക്ടിക്കൽ ആയൊരു സൊല്യൂഷൻ അല്ല. അങ്ങനെ വിൽ പവർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഉണ്ടാക്കാതെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി. അപ്പം അവിടെ സിമ്പിൾ കുറച്ച് ടെക്നീക്സ് വേണം. 3 ടെക്നീക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങളൊരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്തിട്ട് ആ ഡേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഫോക്കസ് ജനറലി അങ്ങോട്ട് കൂടി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് പോകുന്ന പോലെ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര മടി പോലെ അല്ലെങ്കിൽ ഉറക്കം പോലെ ടയേർഡായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ NSDR എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂട്യൂബിൽ ഉപയോഗിക്കുക. അത് ചെയ്യുക. ഡെയിലി നിങ്ങളത് 1-2 പ്രാവശ്യമൊക്കെ ചെയ്താൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ ഫോക്കസിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് പഠിക്കാതിരിക്കുമ്പോൾ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിന് പറഞ്ഞാണ് അൾട്രേഡിയൻ റിതം ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 90 മിനിറ്റ്സ് 1.5 മണിക്കൂർ പഠിക്കുക. 100 ഫോക്കസ്ഡ് ആയിട്ട് ഹൈലി ഫോക്കസ്ഡ് ആയി പഠിക്കുക. 20 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. വീണ്ടും 1.5 മണിക്കൂർ പഠിക്കുക, 20 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് അവേഴ്സ് പഠിക്കാൻ പറ്റും മടി വരാതെ. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഫോക്കസ് കൂട്ടാൻ വേണ്ടിയിട്ട് പഠനത്തിന് കുറച്ചുകൂടി എഫക്റ്റീവ് ആകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി അങ്ങോട്ടുള്ള ദിവസം ഇൻപുട്ടിനെക്കാളും നമുക്ക് ഔട്ട്പുട്ടിലാണ് ഫോക്കസ്ഡ്. പല കുട്ടികളും വിചാരിക്കുക എന്താ, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, റാൻഡം ഇങ്ങനെ കുറേ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇൻപുട്ട്, അതായത് പഠിക്കുകയല്ല ഇമ്പോർട്ടന്റ്. ആ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ പരീക്ഷയിൽ നമുക്ക് എഴുതാൻ പറ്റണം. ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റണം. അതിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ 1 ഷോട്ട് ക്ലാസ് കംപ്ലീറ്റ് കണ്ടു തീർക്കുക, അല്ലെ യൂട്യൂബിലെ ക്ലാസ് കണ്ടു തീർക്കുക എന്നതിലല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എങ്ങനെ ഈ ഇൻപുട്ട് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതായത് 1 ഷോട്ട് ക്ലാസ് ഈ 2.25 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ ക്ലാസ് എങ്ങനെ എനിക്ക് 1.5 മണിക്കൂർ തീർക്കാൻ പറ്റും. 2x അടിച്ചിട്ട് അനാവശ്യമായ ടോപ്പിക്സ് അനാവശ്യമായിട്ടുള്ള സ്കിപ്പ് അടിച്ചിട്ട് എങ്ങനെ എനിക്ക് വളരെ സമയം കുറച്ച് ചെയ്യാൻ പറ്റും. എക്സാമിനറിന്റെ യൂട്യൂബ് ലൈവിൽ വന്നാലും ഓൾറെഡി അറിയുന്ന ചാപ്റ്റർ എന്തിനാ നിങ്ങൾ പഠിക്കുന്നത് വീണ്ടും വീണ്ടും? അത് ക്ലാസ് കഴിയുമ്പോൾ ഓടിച്ച് നോക്കിയാൽ പോരെ, അറിയാത്ത ചാപ്റ്റർ മാത്രം ഫുൾ ആയിട്ട് ഇരുന്ന് പഠിച്ചാൽ പോരെ. അപ്പൊ അനാവശ്യമായിട്ട് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇരുന്ന് പഠിക്കുക, കുറേ സമയം ഒരു ചാപ്റ്ററിനൊക്കെ ഒരു ദിവസം കൊടുത്ത് പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഈ വെറുതെ ഇൻപുട്ട് കൂട്ടിക്കൊണ്ടേയിരിക്കുള്ളൂ. ഈ ഔട്ട്പുട്ട് ആക്ച്വലി കൂടാനൊന്നും പോകുന്നില്ല. അപ്പൊ മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അതിൽ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ക്ലാസ്സുകൾ കാണുന്നതിന്റെ എഫിഷ്യൻസി മാത്രമല്ല, ഈ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് അത് എത്രത്തോളം നിങ്ങൾ അതിനുശേഷം അതിന് മുകളിൽ ആക്റ്റീവ് എന്നാണ്. എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവ് റീകോൾ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതൊക്കെ വെറുതെയാണ്. നിങ്ങൾക്ക് പരീക്ഷ ആകുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. എന്താണ് ആക്റ്റീവ് റീകോൾ? എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു, അത് പഠിച്ചു കഴിഞ്ഞിട്ട് ആ നോട്ട്ബുക്ക് എടുത്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് അടച്ചു വെക്കണം, അത് പൊത്തി വെക്കണം, എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം എന്താണ് അതിലുള്ളതെന്ന്, അത് എഴുതി വെക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എത്രത്തോളം അറിയില്ല എന്ന്. മിക്ക സമയത്ത് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അത് അറിയില്ലെങ്കിൽ നിങ്ങൾ അത് അപ്പൊ തന്നെ പഠിച്ചെടുക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്താലേ ആക്ച്വലി എക്സാമിന് നിങ്ങൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പല കുട്ടികളും ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ അറിയാലോ വിചാരിച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പരീക്ഷ ഹോളിലെത്തുമ്പോൾ അത് എഴുതാൻ പറ്റില്ല. അപ്പൊ ആക്റ്റീവ് റീകോൾ എന്തായാലും ചെയ്യണം. പൊത്തിവെക്കുക, എന്നിട്ട് ചിന്തിക്കുക ആക്റ്റീവ്ലി എന്താണ് സാധനം. ആ രീതിയിൽ മാത്രമേ റിവൈസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ആണ്. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിവിഷൻ ചെയ്യേണ്ടത് എക്സാമിന്റെ തലേന്നല്ല, അത് പീരിയോഡിക്കലി സ്പേസ്ഡ് ആയിട്ട് റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കണം, റിവൈഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞു, അടുത്തൊരു 3 ദിവസത്തിനുള്ളിൽ അടുത്ത റിവിഷൻ ചെയ്തില്ല, നിങ്ങളത് മറന്നു. പിന്നീട് ഫസ്റ്റ് ദിവസത്തിന് ശേഷം 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അടുത്ത റിവിഷൻ ചെയ്തില്ല, നിങ്ങൾ എന്തായാലും മറന്നു. എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ സ്പേസ്ഡ് ആയിട്ട് വീണ്ടും 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 ഒരു 4-5 പ്രാവശ്യമെങ്കിലും ഒരു ടോപ്പിക് റിവൈസ് ചെയ്താലേ എക്സാമിന് സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻപുട്ടിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് കിട്ടണ്ടേ. ഔട്ട്പുട്ട് കിട്ടണ ഈ പരിപാടി ചെയ്യണം. അല്ലെങ്കിൽ വെറുതെ ഇൻപുട്ട് ആയിരിക്കും, നിങ്ങൾ കുറേ പഠിക്കുന്നു, ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. എക്സാം ഓണാകുമ്പോൾ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ലാസ്റ്റ് കാര്യം, സെൽഫ് സ്റ്റഡി ചെയ്യാൻ മറക്കരുത്. പല കുട്ടികളും ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കും. സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ആക്റ്റീവ് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സ്പേസ് റിപ്പീറ്റേഷൻ
സ്വന്തമായിട്ടുള്ള റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കാറില്ല. ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷാ ഹാളിൽ ഒരു ടീച്ചർ വന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഇതിന്റെ ഫോർമുല ഇങ്ങനെയാണെന്ന് ആരും എഴുതി തരാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചുണ്ടാക്കണം അതിന്റെ ഫോർമുല എന്താണെന്നും അതിലെ ഫസ്റ്റ് സെന്റൻസ് എന്താണെന്നും നിങ്ങൾ ചിന്തിക്കണമെങ്കിൽ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാണ്ട് ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന് മാത്രം കാര്യമില്ല. അപ്പൊ ഒരു ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓബ്വിയസ്ലി നിങ്ങൾ ക്ലാസ്സുകൾ കാണേണ്ടി വരും, പക്ഷെ അവിടെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക. നിങ്ങൾ 2 മണിക്കൂർ നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഡബിൾ ടൈം 4 മണിക്കൂറെങ്കിലും നിങ്ങൾ അതിന്റെ സെൽഫ് സ്റ്റഡി ചെയ്താലേ നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇൻപുട്ട് പഠിക്കാതിനെക്കാളും ഇത് പഠിച്ച കാര്യം എനിക്ക് പരീക്ഷ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് പരീക്ഷ ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് ഈ ടെക്നിക്സും കൂടെ ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇനി ഒരു 7 ദിവസം ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു പിടുത്തം പിടിച്ചു നോക്കിയോ മക്കളെ. 7 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വേറൊരാളായിരിക്കും. ഇത് തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ മാറ്റങ്ങളാണ്. ഈ സിമ്പിൾ മാറ്റങ്ങൾ ഓരോന്നും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ആ കംബാക്ക് ശരിക്കും നടക്കാൻ പോകുന്നത്. അതല്ലാതെ എവിടുന്നോ പൊട്ടിമുളച്ച ഒരു മോട്ടിവേഷൻ കഥ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു കംബാക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ കംബാക്ക് ഉണ്ടാക്കണമെങ്കിലും ഇതുപോലത്തെ പല കംബാക്കുകൾ ഉണ്ടാക്കണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു കഥ പറയാനുണ്ടാവണം. എനിക്ക് ഈ യൂട്യൂബിൽ വന്നിട്ട് ഇതുപോലെ കംബാക്ക് ഉണ്ടാക്കണം എന്ന് എന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്നത് എൻ്റെ ലൈഫിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോഴും പ്ലസ് 2 പഠിക്കുമ്പോഴും അതിനുശേഷം കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ കാറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ ഇതുപോലത്തെ കംബാക്ക് ഞാൻ എൻ്റെ ലൈഫിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ സ്വന്തമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ പരിപാടി നടക്കുന്നുള്ള കാര്യം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സ്വയം പിന്നീട് ലൈഫിൽ പറയാൻ വേണ്ടി ഒരു കഥ ഇല്ലെങ്കിൽ, ബാക്കിയുള്ളവരുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നതെങ്കിൽ ഈ ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു 7 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സ്വയം പറയാൻ വേണ്ടി, സ്വയം മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് ഒരു കഥ ഉണ്ടാക്കണം. ആ ഒരു കംബാക്ക് പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സീരിയസ്ലി ഇത് ചെയ്യാൻ പ്ലാനുള്ള കുട്ടികളാണെങ്കിൽ എല്ലാവരും Day 1 എന്ന് എഴുതുക, ഒരു ടിക്ക് ഇടുക. ദിസ് ഇസ് Day 1 ഓഫ് യുവർ കംബാക്ക്. Day 7 കഴിയുമ്പോൾ വന്നിട്ട് ടിക്ക് ഇടാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ യു ആർ സക്സസ്ഫുൾ. നിങ്ങൾ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ തന്നെ ലൈഫ് ചേഞ്ച് ചെയ്തു. ഇത് വെറും നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ കംബാക്ക് ആയിരിക്കില്ല, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന നിങ്ങളുടെ കംബാക്ക് ആയിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം.